നമ്മളങ്ങനെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആക്കി. ബാറ്ററി മാറ്റി, അതേപോലെ തന്നെ IR സെൻസറിന് ഒരു റെഡ് കവറും കൂടി കൊടുത്തിട്ട് കറക്റ്റായിട്ടുള്ള സിഗ്നൽ കിട്ടേണ്ട വിധത്തിലുള്ള പരിപാടിയാക്കിയിട്ടുണ്ട്. എന്നാലും ലോങ് ഡിസ്റ്റൻസ് കിട്ടുന്നില്ല, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ സെപ്പറേറ്റ് എടുത്തുകൊണ്ടാണോ എങ്ങനെയാണെന്നൊന്നും ഒരു പിടി കിട്ടുന്നില്ല. പക്ഷേ ലോങ് ഡിസ്റ്റൻസിൽ അല്ലാണ്ട് നമുക്ക് അടുത്തുനിന്ന് തന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് വേറെ ആർക്കും വേണ്ടിയിട്ട് നിർമ്മിച്ചതല്ല, നമ്മൾ എൻ്റെതായ ആവശ്യത്തിനായതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. പുറമേ ഉള്ളവർക്ക് ആയി കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്. എന്നാലും കുറച്ച് റിസ്ക്കുള്ള പണിയാണ് മൊത്തത്തിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ. മറ്റേ മോഡ്യൂൾ എടുത്തിട്ട്, സംകോണിൻ്റെ മോഡ്യൂൾ എടുത്തിട്ട് സെപ്പറേറ്റ് എല്ലാ വയറും ഒക്കെ വെച്ചിട്ട് കൂടുതൽ വയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ റെഡിയാക്കിയതാണ്. ഇതിനെന്തായാലും മാറ്റമൊന്നും വരുത്തുന്നില്ല. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ കാര്യം പറയാനാണ് വിട്ടുപോയത്. ഇതൊന്നും വർക്കിംഗ് അല്ല. അപ്പോൾ ഇവിടെ സ്വിച്ച് ലൈറ്റിൻ്റേതും ഓണാക്കേണ്ട, ലൈറ്റ് ഓണാക്കാനും ഓഫാക്കാനുമുള്ള പരിപാടി ആക്കണം എന്നൊക്കെ വെച്ചിന്. പിന്നെ ഒരുപാട് വയറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഇതിന് മുകളിലോട്ടേക്കും കൂടി വയറൊക്കെ വലിച്ചാൽ നല്ല പണിയാവും. സ്വിച്ചും കാര്യങ്ങളൊക്കെ നിൽക്കാൻ ഫുൾ സ്വിച്ചൊക്കെ വെക്കാൻ വല്ലാത്ത റിസ്ക്കാണ്. അതുകൊണ്ട് ഇത് ഷോന് മാത്രമാക്കി. ഇതിലുള്ള ആ ബോർഡും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോൾ സ്വിച്ചും ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഷോന് വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മളൊരു ഏരിയലും കൂടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ നമ്മളെ USB പോർട്ടിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ആണ് എടുത്തത്. പക്ഷേ അത് ആ USB-ൻ്റെ കേബിൾ വെച്ചിട്ടും കൂടി വലിയ ക്ലിയറൊന്നുമില്ല, FM ക്ലിയർ ഇല്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മുന്നേ കാർഡ്ബോർഡ് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ആ ഒരു ഏരിയയിൽ ആൻറ്റിന വെച്ചിട്ട്, ആൻറ്റിന ഏകദേശം കുറച്ചൊരു ഇത്ര ഒരു വലിപ്പം കിട്ടും. വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് വലിപ്പത്തിൽ ഉണ്ട്. അത്യാവശ്യം ചാനലെല്ലാം പിടിക്കുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആൻറ്റിനേൻ്റെ വലിപ്പമൊന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വലിപ്പത്തിൽ ആൻറ്റിന കിട്ടുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിനും വലിപ്പത്തിലായിട്ടുണ്ടെങ്കിലും ഫുള്ള് ബോറാണ്. കാരണം നമ്മൾ ഇത് താഴ്ത്തി വെക്കുമ്പോൾ തന്നെ കുറച്ച് വണ്ണമുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനൊന്നും ആൻറ്റിന വരുന്നില്ല. ആൻറ്റിന ഈ ഒരു USB ചാർജിങ് പോർട്ടിൽ നിന്നാണ് എടുക്കുന്നതാണ്. അങ്ങനത്തെ ഒരു പരിപാടിയാണ് വരുന്നത്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തുകൊണ്ട്, ഇത് നമ്മളെ മാത്രം ആവശ്യത്തിനായതുകൊണ്ട് അത്ര ബോറായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മളിങ്ങനെ ചെരിച്ചൊക്കെ വെക്കുമ്പോൾ ആൻറ്റിന ചെരിഞ്ഞിട്ടുണ്ടാകും, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് പവർ ഓൺ വരുന്നത്, പവർ ഓണിൻ്റെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ചെറുങ്ങനെ കാണാം, RGB ലൈറ്റ് കത്തുന്നതാണ്. അപ്പോൾ നമ്മൾ റിമോട്ട് ഇത് തന്നെയാണ്. ഇതും വേറെ ഒന്നുണ്ട്, ഇതന്ന് സെറ്റപ്പ് ആക്കിയതാണ്. കംപ്ലൈൻ്റ് ആയിട്ട് മൊത്തത്തിൽ സോൾഡറെല്ലാം ചെയ്തിട്ട് റെഡിയാക്കിയതാണ്. പവർ ഓഫൊക്കെ ഇതിൽ തന്നെയാണ് വരുന്നത്. പവർ ഓഫ് വരുന്നുണ്ട്, പവർ ഓണും വരുന്നുണ്ട്. പക്ഷേ ലൈറ്റ് ഓഫാക്കാൻ പറ്റില്ല. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും റിമോട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. റിമോട്ടിന് ഭയങ്കരമായിട്ട് അമർത്തേണ്ട ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. വേറെ റിമോട്ട് വെച്ചിട്ട് ഞാനത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം.